ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചെമ്മീൻ കറിയാണ്. നല്ല തേങ്ങയൊക്കെ വറുത്തരച്ച് നാടൻ സ്റ്റൈലിലുള്ള ഒരു ചെമ്മീൻ കറിയാണ്. ചെമ്മീൻ തീയലിനോ കൊഞ്ച് തീയലിനോ ഒക്കെ പറയാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചെമ്മീൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ മുതുകത്തെ വേനൊക്കെ എടുത്ത് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിനി കുറച്ച് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 3 ചെറിയുള്ളി, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കുരുമുളക്, കുറച്ച് കറിവേപ്പില ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങയൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ തുടർച്ചയായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് വേണം വറുത്തെടുക്കാനായിട്ട്. തേങ്ങ ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് ഈ മസാലകളുടെ പച്ചമണം പോകുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക. നമുക്കിനി ഇത് മാറ്റി വെക്കാം. നമുക്കിനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് ഒരു 20 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, 2-3 വറ്റൽമുളകും, 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, 1/4 കപ്പ് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയുള്ളിയൊക്കെ ഒന്ന് വാടി വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ ഇപ്പം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെമ്മീൻ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഗ്രേവി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, കൊഞ്ചൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി എണ്ണമയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് ഉപ്പെല്ലാം കറക്റ്റാണ്. നമുക്കിനി ഇതിലേക്ക് അവസാനമായി കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ദോശ, അപ്പം, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.